ലിസബത്ത് സ്വെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് നമുക്ക് എല്ലാവർക്കും വളരെ ഉപയോഗമുള്ളതാണ്. ഇതുകൊണ്ട് പല തരത്തിലുള്ള ഉപയോഗമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ടു. അത് കണ്ടിട്ടാണ് ഞാനിതിപ്പോൾ വാങ്ങിയത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് എന്താണെന്നുള്ളത്. ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ടിംഗ് ബോർഡ്. സാധാരണ നമ്മൾ കട്ടിംഗ് ബോർഡൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് പ്ലാസ്റ്റിക് ടൈപ്പും പിന്നെ തടി വെച്ചിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിനെല്ലാം ബെസ്റ്റാണ് ഈ കട്ടിംഗ് ബോർഡ്. മറ്റേ നമുക്ക് ആ കട്ടിംഗ് ബോർഡൊക്കെ നമുക്ക് വാഷ് ചെയ്യാനും വളരെ പ്രയാസമാണ്. അത് തന്നെയല്ല, വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഇങ്ങനെ കറയൊക്കെ പിടിച്ചിരിക്കും, എത്ര കഴിയാലും പോകത്തില്ല. അപ്പോൾ അതൊരു വൃത്തിയില്ലാണ്ട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ കട്ടിംഗ് ബോർഡ് വളരെ നല്ലതാണ്. ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാം, ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം, ഇറച്ചി മീനും എല്ലാം കട്ട് ചെയ്യാം. പിന്നെ ചപ്പാത്തിക്ക് കുഴയ്ക്കാം, ചപ്പാത്തി പരത്താം, പിസ്സ ഉണ്ടാക്കുക. കാരണം പിസ്സയ്ക്ക് പരത്താനും എല്ലാം വളരെ എളുപ്പമാണ് ഇതിനകത്ത് നമുക്ക്. കാരണം ഇത് പല വലിപ്പത്തിൽ കിട്ടും. അപ്പോൾ കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കാനും പരത്താനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. അതേസമയം വലിപ്പം കുറഞ്ഞ ഈ ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്കിത് സിങ്കിൻ്റെ അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇറച്ചി മീനൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതിനാണ് ഞാനിപ്പോൾ 2 മേടിച്ചത് കേട്ടോ. ഒരെണ്ണം എനിക്ക് ചപ്പാത്തി പരത്താനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ ഇറച്ചി മീനൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ മറ്റേ കട്ടിംഗ് ബോർഡിൽ നിന്നൊക്കെ സ്മെല്ല് പോകാനൊക്കെ ഇച്ചിരി താമസമാണ്. പക്ഷേ ഇതങ്ങനെയല്ല, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കാനും പറ്റും. ഇതൊരു ടിഷ്യൂ ഉണ്ടെങ്കിലും മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് നനച്ചിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് എല്ലാം ഇങ്ങ് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് വളരെ എളുപ്പമാണിത് ക്ലീൻ ചെയ്യാനായിട്ട്. അതുപോലെ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഇതിങ്ങനെ ഇളകുമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ സൈഡിൽ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. അത് നല്ല ഉറച്ചിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഇത് ഗ്രാനൈറ്റിൽ നിന്ന് എടുത്ത് മാറ്റണം എന്നൊന്നുമില്ല കേട്ടോ. ഒരു സൈഡിലേക്ക് നമുക്കിത് അങ്ങ് ഒതുക്കി വെക്കാം. അപ്പോൾ അവിടെ ഇരുന്നോളാം. ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളൂ. ഒരു വൃത്തികേടൊന്നുമില്ല. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി ഇതൊന്ന് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വെറുതെ നമ്മൾ ഈ ഗ്രാനൈറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചാൽ മതി. അതവിടെ ഉറച്ചിരുന്നോളൂ. ഇതിന് എൽ ഷേപ്പിലൊരു ബെൻഡുള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ നല്ല ഫോഴ്സ് കൊടുത്താലും ഇത് തെന്നിപ്പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കെന്തായാലും ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് അറിയില്ലാത്തവർ പലരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ ഞാനിതിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. ഞാൻ ഈ ഇടയാണ് ഇത് കണ്ടത്. അപ്പോൾ എനിക്കിത് വളരെ നല്ലതായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും ആവശ്യമുള്ളവർക്കൊക്കെ ഇത് വാങ്ങാമല്ലോ. ഓൺലൈനിൽ ഇത് വാങ്ങാവുന്നതാണ്. പിന്നെ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പം മിക്കവാറും ആൾക്കാർ സ്ലാബയിലിട്ട് തന്നെയാണ് പരത്തുന്നത്. അപ്പോൾ അത് നമുക്കൊരു വൃത്തിയായിട്ട് തോന്നില്ല പലപ്പോഴും. അപ്പോൾ ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങുകയാണെങ്കിൽ അതിൽ വെച്ചിട്ട് ചപ്പാത്തി പരത്തുമ്പോൾ നല്ലൊരു വൃത്തിയായിട്ട് തന്നെ അതിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.